ആണ് സ്പിന്നർ. എനിക്കെൻ്റെ മാമി ഡൽഹിയിൽ അനിയത്തി പഠിക്കുന്നുണ്ട്. അപ്പം ഡൽഹിയിൽ നോർഡേയിൽ പോയിട്ട് വന്നപ്പം എനിക്ക് കൂടെ തന്നെയാണ്. അടിപൊളിയാണ് സംഭവം. പിന്നെ ഇതൊക്കെ ഞാൻ വായിക്കുന്ന ബുക്സൊക്കെയാണ്. ഇത് ഞാൻ പിന്നെ എടുത്ത് ഞാൻ കാണിച്ചല്ലോ. ഓക്കെ, അത് സ്പിന്നറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൗലോ കൊയ്ലോ ബുക്കുണ്ട്. പിന്നെ പൗലോ കൊയ്ലോയുടെ ഏറ്റവും സെക്കൻഡ് പാർട്ടാണ് ഇത് ഗൈസ്. ഇത് എന്നും മൊയ്തീൻ്റെ ഒരു ബുക്കാണ്. എനിക്ക് എൻ്റെ ഏകദേശം ഒരുവിധപ്പെട്ട എല്ലാ ബുക്കും ഉണ്ട് ഗൈസ്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. പിന്നെ ഈ ഡ്രോയും പിന്നെ രണ്ടാമത്തെ ഡ്രോയും എൻ്റെ ബുക്ക് കളക്ഷനാണ്. ഇതാണ് എൻ്റെ JBയിൽ. ഇതെൻ്റെ ബ്രദർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പുള്ളിയുടെ പേര് അമൽ എന്നാണ്. അമൽ ബ്രോ ഇത് കാണുന്നുണ്ടെങ്കിൽ ബിഗ് താങ്ക് യു. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാണുന്നത്. ഇത് JBയിൽ ഓണാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ബട്ടണുണ്ട്, ബാക്കിലൊരു ബട്ടണുണ്ട്. ആ ബട്ടൺ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഓപ്പൺ ആവും. ഇതാണ് JBയിൽ ഓണായത്. പിന്നെ ഇത് നമ്മൾ പാട്ട് കേൾക്കാം, നമുക്ക് എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇത് എൻ്റെ ബ്രദർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ ഭയങ്കര സർപ്രൈസായിപ്പോൾ ഇത് കിട്ടിയപ്പം. ഇത് നമ്മളെ ഫോണിൽ എല്ലാ രീതിയിലുള്ള പാട്ടും കേൾക്കാം. ഭയങ്കര ബാസാണ്. ക്ലാസിക്കലാണെങ്കിലും മാസാണെങ്കിലും സോളോ ആണെങ്കിലും എല്ലാം കേൾക്കാൻ പറ്റും. അപ്പം ഇത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സംഭവമാണ് ഈ ഒരു JBയിൽ. എൻ്റെ ബ്രദറിൻ്റെ ഗിഫ്റ്റായിട്ട് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നുള്ളത് ഞാൻ ഇവിടെ വെക്കുന്നത്. പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മളാ ബുക്സിനകത്ത് ഏറ്റവും APJ അബ്ദുൽ കലാം സാറിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബുക്കാണ് നമ്മളെ അഗ്നിച്ചിറകുകൾ. എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, എത്ര പേരിൽ വീട്ടിലുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ബുക്കിനകത്ത് കുറേ ഇതെൻ്റെ മാമയുടെ ബുക്കാണ്. മാമ എനിക്ക് തന്നെയാണ്, ഗിഫ്റ്റ് ചെയ്തതല്ല, ഞാൻ വായിക്കാൻ എടുത്തത്. അപ്പോൾ എൻ്റെ ആയി. അപ്പം ബുക്ക് വായിക്കുന്നതും ഒക്കെ നല്ലതാകുന്നു ഗൈസ്. പിന്നെന്തുവാ, അതിനകത്ത് തന്നെ എൻ്റെ ആധാർ കാർഡ്, കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇസ്ലാമിൻ്റെ കുറേ ബുക്കുണ്ട്. പിന്നെ എൻ്റെ സിസ്റ്റർ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് മേടിച്ചു തന്നെയാണ് നമ്മളെ പൗലോ കൊയ്ലോ ബുക്ക്. ഈ പൗലോ കൊയ്ലോ ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഭവം അടിപൊളിയാണ്. എല്ലാവർക്കും വായിക്കാൻ പറ്റിയൊരു ബുക്കാണ്. ഞാൻ ആദ്യം വിചാരിച്ചൊരു ബുക്കിൻ്റെ ഒരു ബ്ലോഗ് അന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ബുക്ക് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഞാൻ വായിക്കുന്നത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് ഉള്ള ഒരു മൊമെൻറ്റ്സ്. ഇത് ഞാൻ മിനി ബ്ലോഗിനകത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ബുക്ക്. ഇത് എൻ്റെ ഏറ്റവും ബിഗ് സിസ്റ്ററായ സഹല പർവീൻ്റെ ബുക്കാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് മേടിക്കണം എന്നുള്ളൊരു പറഞ്ഞ ബുക്കാണ് ബ്യൂട്ടി ഓഫ് പർപ്പിൾസ്. ഞാനും സഹല ഇതായും ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ചാറ്റിംഗ് ഉണ്ട് ഗൈസ്. അപ്പോൾ പുള്ളിയുടെ ബുക്ക് എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തരും, നിങ്ങൾക്ക് എല്ലാവർക്കും തരും. ഞാൻ ഓരോ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഗൈസ്. ഇതാണ് സംഭവം. നമ്മളെ എത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഒരു മോട്ടിവേറ്റായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇന്നത്തെ ചെറിയൊരു സംഭവം കിടപ്പുണ്ട്, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഗൈസ്. കാരണം ഇതാണ് ചെറിയ സംഭവം. എനിക്ക് ഈ ഒരു പോയിൻറ്റും പിന്നെ വേറൊരു എത്ര നല്ല പോയിൻറ്റ്സ് ഉണ്ട് ഈ ബുക്കിനകത്ത്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ബുക്ക് മേടിച്ച് വായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് നല്ല അറിവുകളും മെമ്മറിയും വർദ്ധിപ്പിക്കും. ഞാനൊരു മോട്ടിവേറ്റർ ആയതുകൊണ്ടല്ല പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ ബുക്ക്. നമ്മളെ സഹല പർവീൻ്റെ ബ്യൂട്ടി ഓഫ് പർപ്പിൾസ് എന്ന് പറയുന്ന ഒരു ബുക്കാണിത്. കുറേ ഉണ്ട്, ഇത് കാണാനും ഒക്കെ കുറേ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു പറ്റൂ നല്ലതാണ്. എൻ്റെ ഉമ്മ അവിടെ ബിസിയിലാണ് ഗൈസ്. അപ്പം ഒരു മിനിറ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ബുക്ക്. അപ്പോൾ ഇതെല്ലാവരും വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ്. പിന്നെ എൻ്റെ ഷെൽഫ് പറഞ്ഞാൽ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. പിന്നെ ഉമ്മ കുറച്ച് മരുന്നൊക്കെ ഉണ്ട്.
ഇതൊക്കെ ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് ഇപ്പോൾ ക്ലോസ് ചെയ്യാണ്. അത് ഉമ്മയുടെ ഈ സംഭവമൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്തു ഗൈസ്. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ ഒരുപാട് ബുക്സ് വായിക്കുന്ന നല്ലതാണ് ഗൈസ്. ഇതിപ്പോൾ ഈ ബുക്ക് എന്ന് പറയുന്നത് എൻ്റെ ബ്രദർ അമൽ ബ്രോ, അതായത് ഇത്താടെ ഹസ്ബൻഡ് വീട്ടിൽ പോയപ്പോൾ എനിക്ക് തന്നതാണ്. സൂപ്പർ സ്റ്റോറിയാണ്. നമുക്ക് ഒരുപാട് മെസ്സേജസ് നമുക്ക് എടുക്കാൻ പറ്റും. കഥകൾ എന്നാണ് ഈ സ്റ്റോറിയുടെ പേര്. അപ്പം ഇതെല്ലാവരും, ചിലവരുടെ കയ്യിൽ ഈ ബുക്ക് കാണും, പക്ഷേ നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു ബുക്കാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബുക്കാണ്. എനിക്ക് ഏറ്റവും ഈ മെസ്സേജും മോട്ടീവായിട്ടുള്ള സംഭവമൊക്കെ തന്നിട്ടുള്ള നല്ലൊരു ബുക്കാണ് ഗൈസ്. പിന്നെ എത്രയെന്ന് വെച്ചാൽ ഇത്രയൊക്കെയുള്ള ഗൈസ്. ഞാൻ പിന്നെ കുറച്ച് ബുക്കൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതൊന്നും ചെറുതായിട്ടൊക്കെ വായിച്ചോട്ടുള്ളൂ. എൻ്റെ ഏറ്റവും കൂടുതൽ നമ്മളെ ഗേൾസിനും ആയാലും ബോയ്സിന് അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ഗേൾസിന് ഒരുപാട് ഇഷ്ടമാണ് ഈ സെൻട്രൽ കഥകൾ. അപ്പം ഇത് എൻ്റെ കയ്യിലുണ്ട്. ഇത് നല്ലൊരു സ്റ്റോറിയാണ്. ഒരുപാട് നല്ല രസകരമായിട്ട് കഥകളുള്ള ഒരു സ്റ്റോറിയാണ് ഗൈസ്. പിന്നെ ഞാനൊരു ഡയറിയൊക്കെ എഴുതും ഗൈസ്. ഡയറി എൻ്റെ ലൈഫ് സ്റ്റോറീസൊക്കെ മൊത്തം ഞാൻ ഡയറിക്കകത്താണ് കൊടുക്കുന്നത്. അതെൻ്റെ ഉമ്മയുടെ കാലാണ്. ഓക്കെ, അത് ഉമ്മക്ക് ഫേസ് കാണിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത. പുള്ളി എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് ഫേസ് എന്നെ കൂടെ കാണിക്കണോടാന്ന് പറയുകയാണെങ്കിൽ ഞാൻ കാണിക്കും. ഓക്കെ, അപ്പം ഒരാൾ പെർമിഷൻ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കാണിക്കാത്ത. ഓക്കെ, ആൾക്ക് സോഷ്യൽ മീഡിയയിലും അതൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഞാനൊക്കെ എനിക്കിതൊക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് മാത്രമേ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. ഒരു മിനിറ്റ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എഴുതിയതാണ് ഗൈസ്. പേനയൊക്കെ ഉണ്ട്, തുടക്കം ഭയങ്കര പാടാണ്. ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് കാണിക്കാം, നല്ലതാണ്. ഓക്കെ, ഇതാണ് സംഭവം. ഇത് ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്നതാണ് ഗൈസ്. ചുമ്മാ വെറുതെ. ഇതെൻ്റെ ഫസ്റ്റ് ന്യൂ ഇയർ അല്ലേ അമ്മ? എൻ്റെ മാമ എനിക്ക് തന്ന ഒരു ബുക്കാണ്. അന്ന് തൊട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി ഇങ്ങനെ വെക്കും. എനിക്ക് റീഡിങ് ഭയങ്കര ഇഷ്ടം. റീഡിങ് ഇഷ്ടമുള്ള പോലെയാണ് ഈ എഴുതുന്ന സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടം. എൻ്റെ അടുത്ത ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ അതിനകത്ത് വെക്കും. അത് എൻ്റെ ക്യാരക്ടർ അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പേരൊക്കെ ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാറുള്ളൂ. എനിക്കതാണ് താല്പര്യവും. ഇതൊക്കെ ഞാൻ എഴുതിയാണ് ഗൈസ്. കുഞ്ഞിലെ എനിക്ക് ഈ കൈ അക്ഷരമൊക്കെ ഇച്ചിരി ഇതായിരുന്നു. എന്താ പറയുക, എഴുതുന്നതിനകത്ത് ഇച്ചിരി പ്രശ്നമുള്ളായിരുന്നു ഗൈസ്. ഇപ്പം ഇൻഷാല്ലാ അതൊക്കെ മാറി. ഇതൊക്കെ ഞാൻ പണ്ട് എനിക്ക് ജോബ് കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ ടിക്കറ്റ് ഓരോ ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അവിടെ ടിക്ക് ഇല്ല, ജോലിക്ക് പോയാൽ ടിക്ക് വരും, ജോലിക്ക് പോയില്ലെങ്കിൽ ടിക്ക് വരും. ഇവിടെ ഞാൻ പറഞ്ഞത് റോങ് ആയിപ്പോയി, സോറി കേട്ടോ ഗൈസ്. ഇപ്പോൾ ഓരോരോ ഡ്രീംസ് ഞാനിങ്ങനെ എഴുതി വെക്കും. എനിക്ക് ഡ്രീംസ് കാണുന്നതും അത് ചെയ്യുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. എനിക്ക് ഭയങ്കര റീഡിങ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൊമെൻറ്റ്സാണ് ഗൈസ്. ഇങ്ങനെ റീഡിങ് ആയാലും എന്തായാലും ഞാൻ 24 മണിക്കൂറും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കത്തില്ല. ഫോണിൽ കളിക്കും, പക്ഷേ എന്തെങ്കിലുമൊക്കെ നല്ല ഒരു കണ്ടൻറ്റിന് വേണ്ടിയുള്ള ഒരു സംഭവമൊക്കെ ഞാൻ കാണത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഡയറി. ഇത്രയൊക്കെ കാണിച്ചു. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഇത് കിട്ടി. ഞാനൊരു ഡാൻസറാണ് ഗൈസ്. അപ്പം എനിക്ക് എന്താ പറയുക, കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റാണ്. നിങ്ങൾ കാണുമല്ലോ. അപ്പം ഇത് ഏപ്രിലൊക്കെ ആയിട്ട് ജൂൺ തീർന്നപ്പോൾ ഞാൻ അവിടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തായിരുന്നു. എൻ്റെ മിനി ബ്ലോഗിനകത്ത് എൻ്റെ ഡാൻസൊക്കെ കിടപ്പുണ്ട്. അത് നിങ്ങൾ പോയി നോക്കിയാൽ മതി, അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാടൊന്നും നമ്മൾ ചെയ്യും. ഓക്കെ,
അപ്പം കഴിവുള്ളവർ പ്രാക്ടീസ് ചെയ്യുക, ഡാൻസിന് പോയി ചേരുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഗൈസ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത എൻ്റെ സ്ട്രഗിൾ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഇത്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനമായിട്ടുള്ളൊരു സംഭവങ്ങളാണ് ഗൈസ്. പിന്നെ ഇത് എനിക്ക് ഓരോരോ കോസ്റ്റ്യൂംസൊക്കെ ഞാനിങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്, അല്ലാതെ വെളിയിലോട്ടൊന്നും ഇടത്തില്ല. ബോളൊക്കെ തലയിൽ വല്ലപ്പോഴൊക്കെ വെക്കും, നല്ല രീതിയിൽ ഹെയർ നല്ല രീതിയിൽ വളരുമ്പോൾ ഇതൊക്കെ വെക്കും. പിന്നെന്താ, അപ്പം ഇത്രയൊക്കെ ഉള്ള ഗൈസ്. അപ്പം ഞാനൊരു വീഡിയോ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്നപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഗൈസിനെയും കൂടെ ഞാൻ ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇതാക്കിയത് ഗൈസ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്, ഇതാണ് ആ സ്റ്റാൻഡ്. ഇത് നമ്മൾ ഫോണൊക്കെ വെക്കാൻ നമുക്കിത് യൂസാവും. ഫോൺ നമ്മൾ ഇൻസ്റ്റയിൽ വീഡിയോ ഒക്കെ കാണുമ്പം അതിനകത്ത് ഇങ്ങനെ ചരിച്ച് വെക്കുന്ന ഒരു സംഭവമാണ്, നല്ല സംഭവമാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് എനിക്ക് വന്നപ്പം കൊണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം ആ ഫ്രണ്ടിൻ്റെ പേര് ഷീജ എന്നാണ് പേര്. പുള്ളിക്കാരത്തി ഇത് കാണുന്നതാണെങ്കിൽ താങ്ക് യു സോ മച്ച് ഷീജ ആൻറ്റി, താങ്ക് യു സോ മച്ച്. അപ്പം ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച് മൈ ആൻറ്റി. ഓക്കെ, പിന്നെ എന്താ വേറെ ഞാൻ ഒരുപാട് സംഭവം എൻ്റെ കയ്യിലുള്ള ഇത് എൻ്റെ റൂമാണ് ഗൈസ്. ഇപ്പം കിടക്കാനുള്ള ടൈം ആയതുകൊണ്ട് മാത്രമേ ഇങ്ങനെ കാണിക്കുന്നത്. ഇതൊരു റൂമാണ്. ഞാൻ ഒരുപാട് ടയർഡായിട്ടാണ് വന്ന് കയറിയത്. അപ്പം കിടന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അത് കട്ടണൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത് നല്ലൊരു വീഡിയോ ഞാൻ നല്ല രീതിയിൽ കാണിക്കാം. കട്ടണൊക്കെ ഒരുപാട് കിടക്കുന്നു. അപ്പം ഇതാണ് അൺഫ്രാറ്റിക് ബുക്സ്. അപ്പം ഇത് ഞാനൊരു എക്സിബിഷന് പോയപ്പം ഞാൻ ഒറ്റയ്ക്കാണ് എല്ലായിടത്തും ട്രാവൽ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ അവിടെ പോയപ്പം മേടിച്ചതാണ്. എനിക്ക് ഈ സ്റ്റോറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്റ്റോറിയാണ് ഗൈസ്. ഇതിൽ ഒരുപാട് നല്ല നല്ല സ്റ്റോറീസ് ഉണ്ട് അതിനകത്ത്. അപ്പം ചിലവർക്കൊക്കെ എൻ്റെ അടുത്ത് ഇത് ചോദിച്ചിട്ടുണ്ട്, ഈ ബുക്ക് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ മേടിച്ചു എന്നൊക്കെ ഇതിനടുത്തേക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇനി നോക്കിയപ്പോൾ ഞാൻ റീഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് ബുക്ക് കളക്ട് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. അപ്പം ഗൈസ്, എപ്പോഴും വായിച്ച് വളരണമെന്നല്ലേ ഗൈസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരുപാട് റീഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം റൂമൊക്കെ ഒരുപാട് ഇതായി കിടക്കുന്നു ഗൈസ്. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഇത്രയൊക്കെ കാണിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു എപ്പിസോഡിൽ പറയാനുള്ളത്, എല്ലാവരും വായിക്കുക. വായിച്ച് നിങ്ങൾ പറ്റുന്ന രീതിയിൽ ഇതിലൊക്കെ വായിച്ച് പോവാം. ഓക്കെ, ഞാൻ ടയർഡായതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇത്രയൊക്കെ നിങ്ങളെ കാണിക്കണമെന്നിക്കൊണ്ട് കാണിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. റൂമൊക്കെ ഒരുപാട് വൃത്തികേടായി എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗിങ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത് ഗൈസ്. സോറി. അതുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ഗുഡ് നൈറ്റ് പറയുന്നു ഗൈസ്.